ആ ഹബീബായ തങ്ങൾ കൊണ്ടോട്ടിയിലേക്ക് പറഞ്ഞയച്ച മുഹമ്മദ് ഷാ തങ്ങളെ കൊല്ലാൻ വേണ്ടി അറബിയായ സഹോദരൻ വന്നപ്പോ ബോധം കെട്ട് വീഴുകയാണ്. എഴുതി വെക്കുന്നു വലിയ മൗലിദിൽ. വായിച്ചത് ഇത് അയാളെ സംബന്ധിച്ച് അവരുണ്ടാക്കിയ ഒരു മൗലിദ് കിതാബുണ്ട്. അതിനാണ് ഇപ്പൊ ഈ വായിച്ച് പറഞ്ഞത്. എത്തപ്പ ഇതിന്റെ കഥ. സമത് കറാമത്ത് മാല വലിയ സംഭവമാക്കി കൊണ്ടുവന്ന മാതിരിയാണ് ഇപ്പൊ അത്. കറാമത്ത് മാല ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യരിപ്പാപ്പ അവരുടെ 15ാമത്തെ വയസ്സിലുണ്ടാക്കി. അവർ വലിയൊരു കവിയായിരുന്നു. അപ്പൊ ഈ കൊണ്ടോട്ടി കൈക്കാരിൽപ്പെട്ട ചില ആൾക്കാർ കൊണ്ടോട്ടി മുഹമ്മദ് ഖാനെ സംബന്ധിച്ചൊക്കെ ഉള്ള വലിയ മഹത്വങ്ങളൊക്കെ കറാമത്തുകളൊക്കെ പറഞ്ഞെടുത്തപ്പം അതൊരു കറാമത്ത് മാല എന്നും പറഞ്ഞാണ്ട് പേരിട്ടാണ്ട് മുപ്പരത് ഒരു കവി ഒരു മാലയാക്കി ഉണ്ടാക്കി കൊടുത്തു. അത് വലിയ സംഭവമാക്കിയിട്ട് തെളിവാക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞ മാതിരിയല്ല ഇപ്പം. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ പാപ്പയുടെ ഒരു മൗലിദ് ഉണ്ടാക്കിയിട്ടുണ്ട് പാങ്ങിൽ ഉസ്താദ് അവർകൾ. അന്ന ഫഹാത്തുൽ ജലീല എന്നാണ് അതിന് പേര് പറയാം. അതൊരിക്കലും കുരുവട്ടൂരികൾ തള്ളൂല. കാരണം അവര് ആധികാരിക പണ്ഡിതൻ എന്നൊക്കെയാണ് പാങ്ങിൽ ഉസ്താദ് അവർകളെ പരിചയപ്പെടുത്തിയത് സമസ്തയിലെ. എന്നിട്ട് ഇതേ മൗലിദ് കിതാബ് കുരുവട്ടൂരികൾ വായിക്കുന്നുണ്ട് തെളിവായിട്ട്. അപ്പൊ പിന്നെ അതേ മൗലിദ് കിതാബിലുള്ളതാണ്, അതും മമ്പുറം തങ്ങൾ പാപ്പാന്റെ മൗലിദാണ്. ആ മൗലിദ് കിതാബിൽ ഈ 2 സംഭവങ്ങൾ പറയുന്നുണ്ട്. 2 സംഭവങ്ങൾ അതിൽ ഞാൻ നാളെ വായിച്ചിട്ടുണ്ട്. അവിടൊക്കെ പാങ്ങിൽ ഉസ്താദ് ഉപയോഗിക്കുന്നത് അൽ ലഈം അൽ മഹീൻ, നീചൻ എന്നുള്ള അർത്ഥം വരുന്ന അറബി പദങ്ങളാണ് ഉപയോഗിച്ചത് അയാളെ സംബന്ധിച്ച്. ആ 2 സംഭവത്തിലും എന്താ ഉണ്ടായത്? ഇയാളെ കറാമത്ത് പൊളിഞ്ഞിക്കുക ചെയ്തത്. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ പാപ്പയുടെ കറാമത്ത് വെളിവാവുകയും കൊണ്ടോട്ടി ഫക്കീർ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഖാന്റെ കറാമത്ത് പൊളിഞ്ഞ് ചെയ്തിക്കാണ്. നമ്മൾ നേരത്തെ വായിച്ചത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ വിടുന്നുണ്ട്. ഇത് ലോകപ്പെടില്ല കാലം വരെ കേൾക്കാത്ത 2017-18 തൊട്ട് കൊണ്ടോട്ടി തൊലിക്കത്തിന് ന്യായീകരിക്കൽ തുടങ്ങിയാണ് വട്ടൂരാളെ. ആദ്യമായിട്ടാണ് ഈ വിടൽ കേൾക്കുന്നുണ്ട്. കുഞ്ഞൻ പറഞ്ഞായി വിടലും കിബീറ എന്നല്ലോ ആയി വെട്ടാപ്പത്. 1.5 തള്ളായിപ്പോയി. ആരെഴുതിച്ചാടോ? ഏതെങ്കിലും വാറോടൊന്ന് വായിച്ചു അതൊക്കെ തെളിവാ തന്നെ. ഏതെങ്കിലും കളതൊരിക്കത്തേര് എവിടെയെങ്കിലും ഇതിപ്പോൾ അൻപരി പറ്റിച്ചാന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. ഓനല്ല ഇപ്പം ലോക ചരിത്ര പണ്ഡിതൻ. ഓനേതെങ്കിലും വാറോല കൊടുത്തേക്കാരം. ഇവനക്ക് എന്ത് കിട്ടിയാലും കൊണ്ട് പറയല്ലോ. ഇങ്ങോട്ട് ചാടാറ് നാണ്ട് ചാടും, ഇങ്ങോട്ട് ചാടാറ് ഇങ്ങോട്ട് ചാടും. ഓനക്ക് അത്രേ ഉള്ളൂ. നിങ്ങൾ എന്താ കൊടുക്കണേ അത് അതേമാതിരി ഉണ്ട് ശരിയാക്കി തരും. മൂപ്പർക്ക് അത്രേ ഡ്യൂട്ടിയുള്ളൂ. അത് സത്യമാണോ അസത്യമാണോ കളവാണോ അതൊന്നുമില്ല. ഏത് കൊടുത്തു നിങ്ങൾ ഈ ഇരുമ്പാട് കൊടുത്തു നോക്കി എൻ്റെ അടുത്ത് ഓങ്ങോട്ട് അതിട്ട് ശരിയാക്കി തരും. ഓനെ അങ്ങനെ അതിപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാലും ഏതെങ്കിലും വലിയ തള്ളായിപ്പോയി. ഇവരെ കൂട്ടിയോ നശിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഭണ്ഡാറാണെങ്കിൽ വേറെ പോണ്ടി ഉണ്ടാവില്ല. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ആ നിരാശയാണ് വരുന്നത്. എല്ലാ പ്രസംഗത്തിലും ഉണ്ട് ഇപ്പൊ ഈ നിരാശാകാമുകന്റെ ഒരു വർത്താനം. ഇപ്പോ ഈ കോലത്തിലൊക്കെ ചട്ടിമാത്രം കുടിക്കും കൈക്കോട്ടൊക്കെ എടുത്തുകാണ്ട് മുട്ടുംകാല് പൊട്ടിച്ച് പാഞ്ഞ് നടന്ന് ശംസുലുലമയിൽ മാതൃകണ്ട് എന്നൊക്കെ പറഞ്ഞ് ജിഫ്രി തങ്ങൾ പാപ്പാനൊന്ന് ഉസാറാക്കി പറഞ്ഞ് പാണക്കാട്ട് കുടുംബത്തിനൊക്കെ ഒന്ന് മട്ടത്തിലാക്കി പറഞ്ഞുകാണ്ട് വെല്ലൊന്ന് പിടിച്ചു കൂട്ടിയാണ്ട് അതിമേ കയറി പറ്റാൻ നോക്കിയിട്ട് ഒന്നും നടക്കണില്ല. അപ്പൊ ഇനി ഭീഷണിപ്പെടുത്തുക. ഇനിയിപ്പോ നമ്മളെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നശിച്ചു പോകും. നശിച്ച് അതൊരു വർത്താനം. നശിച്ച് എത്ര കാലായി ചങ്ങായി നശിപ്പിക്കാൻ തുടങ്ങിയിട്ട് പോ ചങ്ങായി അവിടുന്ന് വേറെ വല്ല പണിക്ക് പോയിക്കൂടെ എനിക്ക്. ചൂടായിട്ട് നമുക്കൊക്കെ വളരെ അങ്ങോട്ട് പോവാണ്.